മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇടുക്കി മൂന്നാർ ദേശീയപാതയിലെ ദേവികുളം റോഡിൽ ഇടിഞ്ഞെത്തിയ മണ്ണും കല്ലും മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. 2 യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് മണ്ണ് മാറ്റുന്നത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഈ കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിലെ ദേവികുളം റോഡിൽ മണ്ണ് ഇടിഞ്ഞത്. ഈ ഒരു ഇടിഞ്ഞെത്തിയ മണ്ണും കല്ലും മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗതാഗതം പൂർണ്ണമായി തന്നെ പുനഃസ്ഥാപിക്കാൻ ഏകദേശം 2 ദിവസങ്ങൾ വേണ്ടി വരുമെന്നാണ് അറിയേണ്ടത്. വളരെ വലിയ വ്യാപ്തി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ മൂന്നാറിലെ ഒരു ഫോട്ടോഗ്രാഫർ ബെഞ്ചമിൻ പകർത്തിയ ആകാശ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇത് വലിയൊരു മലയാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വലിയൊരു മലയാണ്. ആ മലയിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു ഇടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് 2 യന്ത്രങ്ങളുടെ സഹായത്തോടെ ഇപ്പോൾ ഈ മണ്ണ് മാറ്റൽ നടപടി ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ മണ്ണ് മാറ്റും തോറും വീണ്ടും കൂടുതൽ മണ്ണ് ഇടിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിലേക്കും അതോടൊപ്പം മൂന്നാറിൽ നിന്നും ദേവികുളത്തേക്ക് പോകാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. താണ്ടി പോകാൻ നിലവിലുള്ളത്. ഇപ്പൊ പ്രദേശവാസി ഒരാൾ നമ്മളോട് കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പോകാൻ വലിയ പാടാണ് അനുഭവപ്പെടുന്നത്. ഒത്തിരി പാടാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട്. നമ്മൾ ഇപ്പോൾ സൈലന്റ് വാലി കൂടാറിൽ പോകുന്നുണ്ടെങ്കിലും അത് നെറ്റി കൂടി പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് കിലോമീറ്റർ ചുറ്റിയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദേവികുളം പോകുന്ന ഭാഗത്തേക്കുള്ള റോഡും വളരെ ചുറ്റിലാണ്. അതും റോഡ് വളരെ മോശപ്പെട്ട റോഡിലാണ് ഞങ്ങൾ യാത്ര നടത്തുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് പോകാനായിട്ട്. ഇപ്പൊ ഈ ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ നമുക്ക് ഇപ്പൊ എന്താ ഒരു നിവൃത്തിയില്ല. വരുന്ന വഴിക്ക് ആണെങ്കിൽ റോഡ് നല്ല റോഡാണെങ്കിൽ കുഴപ്പമില്ല. ടാറ്റാ ടീയുടെ മൊത്തം റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. ഒരു 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ പോലും മണിക്കൂറോളം നമ്മൾ വേണ്ടി വരുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. റോഡ് ഗതാഗതം പൂർണ്ണമാക്കിയാൽ തന്നെ നമുക്ക് ആൾക്കാർ എത്രയും ഗുണകരം ചെയ്യും. എത്രയും പെട്ടെന്ന് നന്നാക്കി തരണമെന്നാണ് ആൾക്കാരുടെ ഒരു ഏതായാലും ഈ മണ്ണുമാറ്റൽ ഇന്ന് 2 യന്ത്രങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എടുത്തക്ക രീതിയിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എടുക്കുന്തോറും ഈ മണ്ണിന്റെ വ്യാപ്തി റോഡിലേക്ക് പതിച്ചുകൊണ്ട് തന്നെയായിരിക്കും. മണ്ണ് വീണ്ടും ഇടിഞ്ഞെത്തുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവഴി ഇപ്പൊ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ തന്നെയും വലിയൊരു അപകടയാത്ര ഇതിൽ കൂടെ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ രാത്രികാല യാത്ര എല്ലാം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് പൂർണ്ണമായി മണ്ണ് നീക്കുന്ന പൂർണ്ണമായി മണ്ണ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നത്. കാരണം നിരവധി ആളുകൾ, സഞ്ചാരികളടക്കം നിരവധി ആളുകളാണ് ഈ മൂന്നാറിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതും. ഈ വഴി ഏക ഒരു പ്രധാന പാതയാണ്, ദേശീയപാതയാണ് ഇത്. ഈ പാതയാണ് ഇപ്പോൾ പൂർണ്ണമായും മണ്ണിടിഞ്ഞ തടസ്സപ്പെട്ടതിനെ സഞ്ചാരികളടക്കം പകുതി ആളുകളും റോഡിന് അപ്പുറയാണ് കിടക്കുന്നത്. പിന്നെ ഇവർ മൂന്നാർ എത്തണമെങ്കിൽ ഈ KDHP കമ്പനിയുടെ പാതനെ പൊട്ടിപ്പളഞ്ഞൊരു അവസ്ഥയാണ്. പലതും വാഹനങ്ങൾ എതിരെ വന്നാൽ തന്നെ സൈഡുകളിലെ വലിയ ഒരു പ്രയാസം പെട്ടെന്ന് തന്നെ ഈ ദേശീയപാത ഗതാഗത യോഗ്യമാക്കി തരണമെന്ന് തന്നെയാണ് ഒരു നാട്ടുകാരുടെ ആവശ്യം. കാരണം ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മൂന്നാറിലേക്ക് ഓടിയെത്തണമെങ്കിലോ അല്ലെങ്കിൽ അടിമാലിയിലേക്ക് ഓടിയെത്തണമെങ്കിൽ ഈ ഒരു പ്രധാന പാതയായി ഉള്ളത് അത് മാത്രമാണ്. അതുകൊണ്ട് ഈ പാതയിലെ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് ഈ നാട്ടുകാരുടെ എല്ലാം ഒരു ുകൊണ്ട് തന്നെയാണ് ഇന്നലെ ദേവികുളം സബ് കളക്ടർ നമ്മളോട് പ്രതികരിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പാതയിലെ മണ്ണ് നീക്കാൻ നടപടി സ്വീകരിക്കുമെന്ന്. എന്നാൽ പക്ഷേ ഈ മണ്ണിന്റെ വ്യാപ്തി അനുസരിച്ച് ഇത് ഏകദേശം 2 ദിവസം നീളുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതായാലും മഴ ഇല്ല ഈ പ്രദേശത്ത്. അത് വലിയ ആശ്വാസമാണ് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക്, മണ്ണുമാറ്റൽ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണെന്ന് പറയാം. പക്ഷേ ഈ മണ്ണ് റോഡിലേക്ക് വന്ന് ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ്. ഏതായാലും മണ്ണ് നീക്കുന്ന നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ പ്രധാനമായും വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. ശരി. ഇടുക്കി മൂന്നാർ ദേശീയപാതയിലെ ദേവികുളം റോഡിൽ ഇടിഞ്ഞെത്തിയ മണ്ണും കല്ലും മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. 2 യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് മണ്ണ് മാറ്റുന്നത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.